ഹായ് എവ്രി വൺ, വെൽക്കം ടു ലോജിസ്റ്റിക്സ്. ഇന്ന് നമ്മൾ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഏരിയയിൽ ടച്ച് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ സിലബസിലെ ഇവാലുവേഷൻ ഓഫ് മാനേജ്മെൻറ്റ് തോട്ടാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ മാനേജ്മെൻറ്റ് തോട്ട് എങ്ങനെയാണ് അതിൻ്റെ ഒരു ഹിസ്റ്ററി, എങ്ങനെയാണ് അതിൻ്റെ ഒരു ജനറൽ സ്ട്രക്ചർ, മൊത്തത്തിൽ മാനേജ്മെൻറ്റ് തോട്ടിനെ ഏതൊക്കെ രീതിയിലാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, അതിനൊരു ജനറൽ ഐഡിയ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് നമ്മൾ ഓൾറെഡി കവർ ചെയ്ത പോർഷൻസ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്തെടുക്കണം. നമ്മൾ ഇത് കവർ ചെയ്തു. ഓക്കെ, പിന്നീട് ഈ ഏരിയാസ് മൊത്തം നമ്മൾ കവർ ചെയ്തു, ഇവിടം വരെയുള്ളത് നമ്മൾ കവർ ചെയ്തു അല്ലേ. പിന്നെ നമ്മൾ സ്കിപ്പ് ചെയ്തത് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻ്റ് ആണ്, കണ്ടംപററി അപ്രോച്ച്. പിന്നീട് നമ്മൾ TQM, ലീൻ മാനേജ്മെൻറ്റ്, അജൈൽ മാനേജ്മെൻറ്റ്, ഇത്രയും കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, സോ നമ്മൾ ഈ ഇവാലുവേഷൻ ഓഫ് മാനേജ്മെൻറ്റ് തോട്ടിൽ തുടങ്ങി നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ക്ലാസ്സസ് എടുത്ത് ഇതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് തന്നെയാണ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ്, കണ്ടംപററി അപ്രോച്ച്, സിസ്റ്റംസ് അപ്രോച്ച്, കണ്ടിൻജൻസി അപ്രോച്ച്, ഇത്രയും കാര്യങ്ങൾ കവർ ചെയ്യുക. ഓക്കെ, സോ ഒരു ചെയിൻ ഓഫ് ക്ലാസ്സസ് ആയിരിക്കും. ഇവിടം തുടങ്ങി നമ്മൾ ഇതെല്ലാം കവർ ചെയ്ത് ഇവിടെ ആയിരിക്കും നിൽക്കുന്നത്. ഓക്കെ, സോ നമുക്ക് മാനേജ്മെൻറ്റ് തോട്ടിൻ്റെ ഒരു കിടപ്പ് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, 1800-കൾക്ക് മുന്നിൽ ഡെവലപ്പ് ചെയ്തിരുന്ന കുറേ റാൻഡമായിട്ടുള്ള തിയറീസ്, കുറേ ഐഡിയാസ്, അതിനെ എല്ലാം കൂടി ചേർത്ത് നമ്മൾ എന്താണ് പ്രീ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് എറ എന്നാണ് പറയുന്നത്. ഓക്കെ, 1800-കൾക്ക് മുന്നാണ് പ്രീ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് എറ എന്ന് പറയുന്നത്. നമുക്ക് മാനേജ്മെൻറ്റ് തോട്ട് പഠിക്കുമ്പോൾ മെയിനായിട്ടും എവിടെ നിന്നാണ് തുടങ്ങുന്നത്? നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ക്ലാസിക്കൽ മാനേജ്മെൻറ്റ് എറയിൽ നിന്നാണ്. ഓക്കെ, ക്ലാസിക്കൽ മാനേജ്മെൻറ്റ് തോട്ട് തൊട്ടാണ് നമുക്ക് മെയിനായിട്ട് തിയറീസൊക്കെ വന്നു തുടങ്ങുന്നത്. നമ്മൾ ഇതിൽ ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കും. ഓക്കെ, ക്ലാസിക്കൽ മാനേജ്മെൻറ്റ് എറ തൊട്ടിട്ടാണ് നമുക്ക് മെയിനായിട്ടും തിയറീസൊക്കെ വന്നു തുടങ്ങുന്നത്. അത് 1800-കൾ തൊട്ടിട്ടാണ്. ഒരു 1920-30 വരെയുള്ള കാലഘട്ടത്തിലാണ് ക്ലാസിക്കൽ മാനേജ്മെൻറ്റ് എറ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ചില ബുക്കുകളിൽ നിങ്ങൾക്ക് 1920 കാണാം, ചിലയിടത്ത് നിങ്ങൾക്ക് 1930 കാണാം. ഓക്കെ, ഒരു ജനറൽ ഐഡിയ ഉണ്ടാക്കി വെക്കുക ഏത് കാലഘട്ടമായിരുന്നു എന്നുള്ളത്. ഓക്കെ, പിന്നീട് വന്നതാണ് നിയോ ക്ലാസിക്കൽ മാനേജ്മെൻറ്റ് എറ. ഓക്കെ, നമുക്ക് 1800-കൾക്ക് മുന്നേ ഒരു പ്രീ സയൻറ്റിഫിക് എറ ഉണ്ടായിരുന്നു. അത് വളരെ ഒരു ജനറൽ കോൺസെപ്റ്റാണ്. അതിനുശേഷം കൃത്യമായിട്ട് നമുക്ക് ക്ലാസിക്കൽ മാനേജ്മെൻറ്റ് എറ വരുന്നു. 1920-കളോട് കൂടി, ഒരു 30-കളോട് കൂടി എന്താണ് പുതിയ ഒരു ചിന്താധാര വരുന്നു. അതിനെയാണ് നിയോ ക്ലാസിക്കൽ മാനേജ്മെൻറ്റ് എറ എന്ന് പറയുന്നത്. അതൊരു 1920s 1930s തൊട്ട് 1920, 1930-കൾ തൊട്ട് 1950 വരെയൊക്കെയാണ് ആ ഒരു കാലഘട്ടം വരുന്നത്. ഓക്കെ, അതിനുശേഷം അവസാനം വരുന്നതാണ് മോഡേൺ മാനേജ്മെൻറ്റ് എറ. ഓക്കെ, മോഡേൺ മാനേജ്മെൻറ്റ് എറ 1950-കൾക്ക് ശേഷമുള്ളതാണ് മോഡേൺ മാനേജ്മെൻറ്റ് എറ. സോ ഈ 3 കാലഘട്ടങ്ങളിലും എന്തൊക്കെയാണ് മെയിനായിട്ടുള്ള തിയറീസ്, ആരൊക്കെയാണ് മെയിനായിട്ട് നമുക്ക് തിയറികൾ തന്നിട്ടുള്ളത്, ഇതുപോലെ തന്നെ എന്തൊക്കെയാണ് ആ കാലഘട്ടത്തിലെ തിയറിയുടെ നേച്ചറുകൾ, സ്വഭാവങ്ങൾ, ഇതൊക്കെയാണ് നോക്കുന്നത്. സോ ഇത് നിങ്ങൾ ഈ ഒരു ഡയഗ്രാം ഉണ്ടല്ലോ, ഇത് നിങ്ങൾ കാണാതെ പഠിച്ചു വെക്കുക. എന്താണ് പ്രീ സയൻറ്റിഫിക്? 1800-കൾക്ക് മുന്നേ, 1800 തൊട്ട് 1920 വരെ ക്ലാസിക്കൽ മാനേജ്മെൻറ്റ് തോട്ട്, അതിനുശേഷം 1950 വരെ നിയോ ക്ലാസിക്കൽ, പിന്നീട് വരുന്നതിനെയൊക്കെ നമ്മൾ ജനറലായിട്ട് മോഡേൺ മാനേജ്മെൻറ്റ് തോട്ടായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, സോ കമ്മിങ് ടു പ്രീ മാനേജ്മെൻറ്റ് തോട്ട്, ഇതിൽ നമുക്കൊരു 1800 വരെയുള്ള, അതായത് ആദ്യ കാലത്ത് UK-യിലൊക്കെ നമുക്ക് ഇൻഡസ്ട്രിയൽ റെവല്യൂഷനും ഫാക്ടറി സിസ്റ്റങ്ങളൊക്കെ ആദ്യമായിട്ട് കൊണ്ടുവരുന്ന കാലത്തുള്ളതാണ് പ്രീ മാനേജ്മെൻറ്റ് തോട്ട്. ഓക്കെ, വളരെ പിന്തിരിപ്പൻ ആശയങ്ങളായിരിക്കും ആ കാലഘട്ടത്തുണ്ടായിരുന്നിരിക്കുക. മനുഷ്യരെ അടിമകളാക്കി വെച്ച് ജോലി എടുപ്പിക്കുക. ഓക്കെ, സോ ആ സമയത്ത് ഇത് നിങ്ങൾ അങ്ങനെ കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല, പക്ഷേ ഈ ഒരു ഐഡിയ വേണം എങ്ങനെയാണ് മാനേജ്മെൻറ്റ് തോട്ട് ഡെവലപ്പ് ആയതെന്നുള്ളത്. ജെയിംസ് വാട്ട് സ്റ്റീം എൻജിൻ കണ്ടുപിടിച്ചു. ഓക്കെ, അതുപോലെ തന്നെ ആഡം സ്മിത്തിൻ്റെ എക്കണോമിക്സിലെ തിയറികൾ വന്നു തുടങ്ങി. ആഡം സ്മിത്ത് ആരാണ്? ആഡം സ്മിത്ത് ഫാദർ ഓഫ് എക്കണോമിക്സ് ആണ്. അതുപോലെ തന്നെ ഫാദർ ഓഫ് ക്യാപിറ്റലിസം ആണ്. അതായത് മുതലാളിത്ത വ്യവസ്ഥയ്ക്കും ആ ഒരു തിയറീസ് കോൺട്രിബ്യൂട്ട് ചെയ്തതിലും ആഡം സ്മിത്തിനെ നമ്മൾ ഫാദർ ഓഫ് ക്യാപിറ്റലിസം എന്നാണ് കൺസിഡർ ചെയ്യുന്നത്. സോ ആ സമയത്ത് എന്താണ് കൊമേഴ്സ്, വ്യാപാരം, വ്യവസായം, എക്കണോമിക്സ്, സമ്പദ് വ്യവസ്ഥ, ഇതിലൊക്കെ വളരെ വലിയ വലിയ മാറ്റങ്ങൾ ലോകത്ത് വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് പ്രീ മാനേജ്മെൻറ്റ് ചിന്തകൾ വരുന്നത്. ഈ ഒരു 1800-ന് മുന്നേ എന്ന് പറയുന്നത് ചിലർ 1700 തൊട്ട് 800 വരെ എന്നും ചില ബുക്സിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഡെവലപ്മെൻറ്റ് ഓഫ് ഡിവിഷൻ ഓഫ് ലേബർ, സ്പെഷ്യലൈസേഷൻ ഓഫ് ലേബർ, ആളുകളെ നമ്മൾ ഇത് ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഓരോരുത്തർക്ക്
അവരവർക്ക് ചേരുന്ന ജോലികൾ കൊടുക്കുക, സ്പെഷ്യലൈസേഷൻ, ഓരോരുത്തരെ ഓരോ ജോലികളിൽ തന്നെ പിന്നെയും ഉപയോഗിക്കുക, അപ്പോൾ അവരവിടെ സ്പെഷ്യലൈസ്ഡ് ആവും. ഇതെല്ലാം സ്റ്റാർട്ട് ചെയ്തൊരു പ്രീ മാനേജ്മെൻറ്റ് എറയിലാണ്. ഓക്കെ, ആ സമയത്ത് തന്നെയാണ് കമ്പ്യൂട്ടർ കണ്ടുപിടിക്കപ്പെടുന്നത്. ചാൾസ് ബാബേജ് കമ്പ്യൂട്ടർ കണ്ടുപിടിക്കുന്നുണ്ട്. ഓക്കെ, സോ ഈ ഒരു സമയത്ത് കുറേ ഡെവലപ്മെൻറ്റ്സ് ലോകത്ത് സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കാര്യങ്ങൾ മാനേജ് ചെയ്യുന്ന രീതിക്കും ചെറിയ ചെറിയ മാറ്റങ്ങൾ വരില്ലേ. സോ അതിനെയൊക്കെ കൂടി ചേർത്ത് നമ്മൾ വിളിക്കുന്നൊരു വലിയ പേരാണ് പ്രീ മാനേജ്മെൻറ്റ് തോട്ട്. ഓക്കെ, ആ സമയത്തെ മെയിനായിട്ടുള്ള ആൾക്കാരാണ് റോബർട്ട് ഓവൻ, ആൻഡ്രൂ യൂറെ, ചാൾസ് ഡ്യൂപ്പിൻ, ഹെൻറി റോബിൻസൺ ടോൺ. ഇത്രയും പേരുടെ പേരറിഞ്ഞിരിക്കുക. ഇതിൽ റോബർട്ട് ഓവൻ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം അദ്ദേഹം ഫാദർ ഓഫ് പേഴ്സണൽ മാനേജ്മെൻ്റ് ആണ്. ഓക്കെ, പേഴ്സണൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യക്തികളെ മാനേജ് ചെയ്യുന്നത്, HR എന്നൊക്കെ പറയില്ലേ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്. സോ റോബർട്ട് ഓവൻ്റെ പേര് പഠിച്ചു വെക്കുക. ഹീസ് ദ ഫാദർ ഓഫ് പേഴ്സണൽ മാനേജ്മെൻറ്റ്. ഇതിനെപ്പറ്റി നമ്മൾക്കൊരു ജനറൽ ഐഡിയ മാത്രം മതി പ്രീ മാനേജ്മെൻറ്റ് തോട്ടിനെ പറ്റി. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ തുടങ്ങുന്നത് ഇവിടെയാണ്, ക്ലാസിക്കൽ അപ്രോച്ച് വെച്ചിട്ടാണ്. ഇത് ടൈപ്പിംഗ് മിസ്റ്റേക്കാണ്. 1800 തൊട്ടിട്ടാണ്. 1800 തൊട്ടിട്ട് 1930 വരെയുള്ള ഒരു കാലഘട്ടം, 1920-30 വരെയുള്ള കാലഘട്ടത്തിലാണ് ക്ലാസിക്കൽ മാനേജ്മെൻറ്റ് അപ്രോച്ച് വരുന്നത്. ഇതൊരു ട്രഡീഷണൽ തിയറിയാണ്. പല ബുക്കുകളിലും നിങ്ങൾക്ക് ഇതിനെ ഓൾഡസ്റ്റ് അപ്രോച്ച് എന്ന് കാണാൻ പറ്റും. ഓക്കെ, കാരണം ഇതിന് മുന്നീടുണ്ടായിരുന്ന പ്രീ മാനേജ്മെൻറ്റ് തോട്ട് അത്രത്തോളം ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ബോഡി ഓഫ് നോളജായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ഇവിടെ തൊട്ട് ക്ലാസിക്കൽ അപ്രോച്ച് തൊട്ടാണ് മാനേജ്മെൻറ്റ് തോട്ടിന് പ്രോപ്പറായിട്ടുള്ളൊരു രൂപം കിട്ടിത്തുടങ്ങുന്നത്. ഓക്കെ, ഇത് പല പേരുകളിൽ അറിയപ്പെടും. ഈ പേരുകളെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. എംപീരിക്കൽ അപ്രോച്ച് എന്ന് പറയും, ഫങ്ഷണൽ അപ്രോച്ച് എന്ന് പറയും, മാനേജ്മെൻറ്റ് പ്രോസസ് അപ്രോച്ച് എന്ന് പറയും. ക്ലാസിക്കൽ അപ്രോച്ചിൻ്റെ മറ്റ് പേരുകളാണ് എംപീരിക്കൽ അപ്രോച്ച്, ഫങ്ഷണൽ അപ്രോച്ച്, മാനേജ്മെൻറ്റ് പ്രോസസ് അപ്രോച്ച്. ഓക്കെ, ഇത് മൂന്നും അറിഞ്ഞിരിക്കുക. എംഫസിസ് എന്തിനാണ് കൊടുക്കുക? ക്ലാസിക്കൽ അപ്രോച്ച് ആ ഒരു കാലഘട്ടം നിങ്ങൾ മനസ്സിലാക്കുക, അത് 1930s മുന്നേ വരെയുള്ള കാലഘട്ടമാണ്. ആ സമയത്ത് ഒരു ഓർഗനൈസേഷൻ്റെ എഫിഷ്യൻസിക്കാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്, വേറൊന്നിനുമല്ല, നമ്മുടെ ഓർഗനൈസേഷൻ്റെ എഫിഷ്യൻസി. ഓക്കെ, എഫിഷ്യൻസി കൊണ്ട് ആ കാലഘട്ടത്തിൽ അർത്ഥമാക്കിയിരുന്നത് എത്രയും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുക. ഓക്കെ, എത്രയും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുക. 1980 കാലഘട്ടത്തിലൊക്കെ നമ്മുടെ ലോകത്ത് മൊത്തം ബ്രിട്ടൻ, UK അതുപോലെയുള്ള കൺട്രീസിൻ്റെ കുറേ ആധിപത്യവും, അവർ ഒരുപാട് സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു, അവർക്ക് കോളനികളുണ്ട്, അവിടുന്ന് അവർ വേറെ സ്ഥലങ്ങളിൽ വെക്കുന്നു. സോ അവർക്ക് എന്താണ് കൂടുതൽ സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുക, അതിനുവേണ്ടി മാത്രമാണ് അവർ ഫോക്കസ് കൊടുത്തിരുന്നത്. സോ ഏറ്റവും എംഫസിസ് ക്ലാസിക്കൽ അപ്രോച്ചിൽ എന്ത് കോൺസെപ്റ്റിനാണ് കൊടുത്തിരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം എഫിഷ്യൻസിയാണ്. ഓക്കെ, അവിടെ എംപ്ലോയീസിന് ഒരു ഇമ്പോർട്ടൻസും ഇല്ലായിരുന്നു, അവർക്ക് യാതൊരു പ്രാധാന്യവും അവിടെയുള്ള ജോലിക്കാർക്കില്ലായിരുന്നു. ഇതിൻ്റെ ഒരു മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു മിലിറ്ററി ഓർഗനൈസേഷനൊക്കെ പോലെ കൺസിഡർ ചെയ്യാം. ഓക്കെ, ഒരു ഇൻഡസ്ട്രിയൽ സെറ്റപ്പ് തുടങ്ങുന്നതിൻ്റെ ആദ്യകാല മോഡലാണ് മിലിറ്ററി ഓർഗനൈസേഷൻ പോലെ വ്യക്തികൾക്കല്ല, സിസ്റ്റത്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഓക്കെ, അവിടെ അതോറിറ്റിക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് ആയിരുന്നു, ഭയങ്കര പ്രാധാന്യമായിരുന്നു ആ ഒരു സമയത്തുണ്ടായിരുന്നത്. അധികാരത്തിനും അതുപോലെ തന്നെ ഹൈറാർക്കി, ഒരാളുടെ മുകളിൽ അടുത്ത ആൾ വരുന്നു, അപ്പോൾ പവറിൻ്റെ വ്യത്യാസങ്ങൾ വരുന്നല്ലോ, ആരാർക്ക് താഴെയാണെന്നുള്ള പോലത്തെ കാര്യങ്ങളിൽ. സോ അതിനെല്ലാം ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്ന നമുക്കൊരു മിലിറ്ററി സിസ്റ്റമായിട്ട് തന്നെ ഉപമിക്കാം. ഓക്കെ, അങ്ങനെയുള്ളൊരു കൈൻഡ് ഓഫ് അപ്രോച്ചാണ് ക്ലാസിക്കൽ അപ്രോച്ച്. ഓർഗനൈസേഷനെ അവരെന്താണ് വലിയൊരു മെഷീനായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. എംപ്ലോയീസ് അതിൻ്റെ വെറും പാർട്സ് മാത്രമായിരുന്നു, അല്ലാതെ എംപ്ലോയീസിനെ വ്യക്തികളായിട്ട് അവർ കാണുന്നില്ലായിരുന്നു. അവരെന്താണ് ഒരു വലിയ മെഷീൻ്റെ പാർട്സായിട്ട്, ഭാഗങ്ങൾ മാത്രമായിട്ടായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. ഓക്കെ, സോ എഫിഷ്യൻസി നമ്മൾ ഓൾറെഡി പറഞ്ഞു. അതിൽ പറഞ്ഞു നമ്മൾ ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് എന്ന് പറയുന്ന കോൺസെപ്റ്റ്, എത്രയും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുക, അതിനുവേണ്ടി എത്രയും ആൾക്കാരെ ഒരുപാട് എക്സ്പ്ലോയിറ്റ് ചെയ്തിരുന്നു, ഒരുപാട് ചൂഷണങ്ങളും കാര്യങ്ങളെല്ലാം നടന്നിരുന്നൊരു കാലഘട്ടമാണ്. സോ ഇതിൻ്റെ പ്രിൻസിപ്പിൾസിനും ഫങ്ഷൻസിനും ഇപ്പോഴും പല പ്രിൻസിപ്പിൾസിനും യൂണിവേഴ്സൽ ആപ്ലിക്കേഷനുണ്ട്. നമ്മൾ പറയുന്നത് പോലെ അടിമത്തം അങ്ങനെയുള്ള കാര്യങ്ങളല്ല, ഒരുപാട് കോൺസെപ്റ്റ്സ് ഉണ്ട്. നിങ്ങൾ ഒരു 3 മെയിൻ തിയറീസാണ് ക്ലാസിക്കൽ അപ്രോച്ചിൽ പഠിക്കുക. നമുക്കത് മുന്നോട്ട് പോകുന്നതോറും കാണാം. ഇവർ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് നമ്മൾ പറഞ്ഞാൽ ഒരു മിലിറ്ററി ഓർഗനൈസേഷനോട് ഉപമിച്ചാൽ നമുക്ക് എന്ത് മനസ്സിലാവും? ഓർഡർ, ഒരു അവിടെയുള്ള കാര്യങ്ങളിൽ നമ്മൾ ഒരു ഫോർമലായിട്ടുള്ളൊരു ഓർഡർ, ഓക്കെ, ഒരു കാര്യം ഇങ്ങനെ പോകണം എന്നുള്ളതിനെ പറ്റിയുള്ള ഇത് സ്ട്രക്ചർ, ഓർഗനൈസേഷണൽ സ്ട്രക്ചർ നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു.
സോ എങ്ങനെയാണ് ആരാർക്ക് മുകളിൽ വരും, ഹൈറാക്കി പോലുള്ള കാര്യങ്ങളാണ് എന്ത് സ്ട്രക്ചറിൽ വരുന്നത്. ഓർഗനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട എക്കണോമിക് ഫാക്ടേഴ്സിനായിരുന്നു ഇമ്പോർട്ടൻസ്. എത്രയും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുക, എത്രയും ലാഭം ഉണ്ടാക്കുക. ഫോർമൽ ഓർഗനൈസേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു. അതുപോലെ ഒബ്ജക്റ്റീവ് റാഷണാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ലക്ഷ്യങ്ങൾ, ഒബ്ജക്റ്റീവ്സ് നിറവേറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് യുക്തിയാണോ ആവശ്യം അതിനെയാണ് ഒബ്ജക്റ്റീവ് റാഷണാലിറ്റി എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി മാത്രമാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. അതിനുവേണ്ടി നമുക്ക് എന്ത് ശരിയോ നമ്മൾ അത് ചെയ്യുന്നു. ഓക്കെ. സോ എന്താണ് ക്ലാസിക്കൽ അപ്രോച്ച്? ഒരു മിലിറ്ററി അപ്രോച്ച് പോലത്തെ, അതുപോലെ അറേഞ്ച്ഡ് ആയിട്ടുള്ള വളരെ വ്യക്തമായിട്ടുള്ള ഹൈറാക്കിയുള്ള, മിലിറ്ററിയിലൊക്കെ സീനിയോറിറ്റിക്കൊക്കെ ഭയങ്കര പ്രാധാന്യമല്ലേ, അതുപോലെ തന്നെ വളരെ വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ളൊരു ഫോർമൽ സ്ട്രക്ചറുള്ള ഓർഗനൈസേഷനാണ്. എംപ്ലോയീസിന് ഒരു പ്രാധാന്യവും ഇല്ല. ഓർഗനൈസേഷൻ്റെ എഫിഷ്യൻസിക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം. ഓക്കെ. ക്ലാസിക്കൽ അപ്രോച്ചിൽ സ്ട്രിക്റ്റായിട്ട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യും. നമ്മൾ പറഞ്ഞു മിലിറ്ററി ഒരു ഓർഗനൈസേഷനുമായിട്ട്, ഒരു മിലിറ്ററി സെറ്റപ്പുമായിട്ട് നിങ്ങൾക്ക് കമ്പയർ ചെയ്യാം. ഓക്കെ. എക്കണോമിക് റിവാർഡ്സ് ആണ് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട. സ്വാഭാവികമായിട്ടും മനുഷ്യരെ അവിടെ മനുഷ്യരായിട്ടല്ല കാണുന്നത്. സോ അവർക്ക് ഏറ്റവും കൂടുതൽ അവർ കൊടുക്കുന്ന റിവാർഡ് എന്ന് പറയുന്നത് എക്കണോമിക് റിവാർഡ്സ് ആണ്. ഓക്കെ. അല്ലാതെ നോൺ മോണിറ്ററി ആയിട്ടുള്ള, അവരെ മോട്ടിവേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അവർക്ക് സോഷ്യലൈസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുക, അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും നോൺ മോണിറ്ററി ആയിട്ടുള്ള, അതായത് റിവാർഡ്സ് എന്ന് പറയുന്നത്, പ്രതിഫലം എന്ന് പറയുന്നത് പൈസ അല്ലാതെ വേറെ ഒന്നും ഇല്ല. ഓക്കെ. അങ്ങനെയാണ് ക്ലാസിക്കൽ അപ്രോച്ചിൽ കൺസിഡർ ചെയ്തിരുന്നത്. ഹ്യൂമൻസിന് ഇമോഷൻസ് ഉണ്ടെന്ന് അവർ ആ ഒരു വശത്തേക്കേ നോക്കിയിട്ടില്ല. ഓക്കെ. അതുപോലെ തന്നെ ഓർഗനൈസേഷനെ ഒരു ക്ലോസ്ഡ് സിസ്റ്റമായിട്ടാണ് കണ്ടത്. പുറത്തുള്ള ഒന്നുമായിട്ട് ബന്ധമില്ലാത്ത ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള എൻറ്റിറ്റി ആയിട്ടാണ് ഓർഗനൈസേഷനെ കണ്ടുകൊണ്ടിരുന്നത്. ആ സമയത്തെ ഏറ്റവും വലിയ കോൺട്രിബ്യൂട്ടേഴ്സ്, ഈ പേരുകൾ പഠിച്ചു വെക്കുക. ഇത് ക്ലാസിക്കൽ അപ്രോച്ചിൽ വരുന്ന തിങ്കേഴ്സാണ്, നിങ്ങൾ അറിഞ്ഞിരിക്കണം. ടെയ്ലർ, ഫയോള്, ഗുള്ളിക്ക്, മൂണി ആൻഡ് റീഡി, എച്ച് എൽ ഗ്രാൻറ്റ്. ഈ പേരുകൾ നിങ്ങൾ ഉറപ്പായിട്ടും കാണാതെ പഠിക്കേണ്ടതാണ്. ഓക്കെ. സോ ക്ലാസിക്കൽ അപ്രോച്ചിൽ നമ്മൾ പറഞ്ഞതുപോലെ 3 മെയിൻ തിയറികളാണ് വരുന്നത്. ഓക്കെ. സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് എന്ന് പറയും, അല്ലെങ്കിൽ അതിൻ്റെ സെയിം തോട്ടിൻ്റെ വേറെ പേരാണ് ടെയ്ലറിസം. ഓക്കെ. ഫ്രെഡറിക് ഡബ്ല്യു ടെയ്ലറിൻ്റെ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ടെയ്ലറിസം അറിഞ്ഞിരിക്കേണ്ടതാണ്. അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെൻറ്റ് ബൈ ഹെൻറി ഫയോൾ. ബ്യൂറോക്രാറ്റിക് മാനേജ്മെൻറ്റ് ആരുടെയാണ്? മാക്സ് വെബറിൻ്റെയാണ്. ഈ മൂന്ന് തിയറിയും ക്ലാസിക്കൽ അപ്രോച്ചിലാണ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഈ 3 തിയറിയും ആരാ തന്നിരിക്കുന്നതെന്നും വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ. ഇത് നിങ്ങൾ കാണാതെ പഠിക്കേണ്ടതാണ്. നിയോ ക്ലാസിക്കൽ അപ്രോച്ച് സ്വാഭാവികമായിട്ടും എന്തായിരിക്കും? ക്ലാസിക്കൽ അപ്രോച്ചിന് ശേഷം വരുന്ന അപ്രോച്ച് ആയിരിക്കുമല്ലോ. ഓക്കെ. അപ്പം എന്താണ് 1930 തൊട്ട് 1950s വരെ വരുന്ന ഒരു അപ്രോച്ചാണ്. ആൻഡ് അടുത്ത കാര്യം എന്താണ്? ക്ലാസിക്കൽ അപ്രോച്ചിൻ്റെ മുകളിൽ ഇവർ ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുണ്ടാവാം, അതിനെ കുറച്ച് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവാം, അതിൽ പുതിയ പുതിയ കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ടാവാം. ഓക്കെ. അഡീഷൻ, മോഡിഫിക്കേഷൻ, മറ്റേതിൻ്റെ ഒരു എക്സ്റ്റൻഷനായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഹ്യൂമൻ റിലേഷൻസ് തിയറി എന്നും പറയും. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്തായിരിക്കും സംഭവിക്കുക? ക്ലാസിക്കലിൽ നിന്ന് നിയോ ക്ലാസിക്കലിലേക്ക് വരുമ്പോൾ ഹ്യൂമൻ റിലേഷൻസ്, ഓക്കെ, മനുഷ്യർക്ക് പ്രാധാന്യം കൊടുത്തു തുടങ്ങിയിട്ടുണ്ടെന്ന് നമുക്കിവിടെ മനസ്സിലാവും അല്ലേ. Emphasized on social factors and emotions, behavior of workers as individuals, teamwork, motivation. എന്താണ് ഇവിടെ വരുന്നത്? വ്യക്തികളുടെ ഇമോഷൻസിന് ഇമ്പോർട്ടൻസ് കൊടുത്തു. ഓക്കെ. മോട്ടിവേഷൻ, ഓക്കെ, പ്രോത്സാഹിപ്പിക്കുക, നമ്മൾ എംപ്ലോയീസിനെ പ്രോത്സാഹിപ്പിക്കുക, അവരുടെ ഇമോഷൻസ്, അവരുടെ വികാരങ്ങൾക്ക് വ്യക്തികളായിട്ട് കാണാൻ തുടങ്ങി. അങ്ങനെയുള്ള വ്യത്യാസങ്ങളാണ് നിയോ ക്ലാസിക്കലിലേക്ക് കടക്കുമ്പോൾ നമുക്ക് വരുന്നത്. ഓക്കെ. നമ്മളിപ്പോൾ പഠിക്കുന്ന ഹിസ്റ്ററിയാണ്, കുറച്ച് ബോറിംഗ് ആയിട്ട് ഫീൽ ചെയ്യും. ബട്ട് നിങ്ങൾക്ക് ഈ ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരും, കാരണം ഇങ്ങനെയായിട്ട് നിങ്ങളുടെ സിലബസിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. സോ ടീം വർക്ക്, മോട്ടിവേഷൻ പോലെയുള്ള ഹ്യൂമൻ ഫാക്ടേഴ്സ് അതിലേക്ക് ആഡ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ. നേരത്തേന്ന് എന്താണ് അടിസ്ഥാനപരമായ വ്യത്യാസം വന്നത്? ആളുകളെ ആളുകളായിട്ട് കാണാൻ തുടങ്ങി, അതുപോലെ അവരുടെ വികാരങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ തുടങ്ങി. ഓക്കെ. അപ്പോൾ എന്താ സംഭവിക്കുക? മറ്റേടത്തൊരു ഫോർമൽ സ്ട്രക്ചർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ വരുമ്പം ഇൻഫോർമൽ ഫാക്ടേഴ്സ്. ഓക്കെ. ആളുകളുടെ ഇമോഷനൊക്കെ എന്താണ്? അത് ഇൻഫോർമൽ ആയിട്ടുള്ള ഫാക്ടേഴ്സാണ്. സോ ഇൻഫോർമൽ ഫാക്ടേഴ്സും നിയോ ക്ലാസിക്കൽ അപ്രോച്ചിൽ ആഡ് ആവാൻ തുടങ്ങി. ഓക്കെ. ഓർഗനൈസേഷണൽ ഡിസൈൻ, ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങൾ പഠിച്ചു വെക്കുക. ഓർഗനൈസേഷൻ ഏത് രീതിയിൽ വേണം എന്നുള്ളതിനെ പറ്റി അവർ
ഐഡിയാസ് തന്നിട്ടുണ്ട്. ഒന്ന് ഫ്ലാറ്റ് സ്ട്രക്ചറാണ്. ഫ്ലാറ്റ് സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബോസ് വരും, ആ ബോസിൻ്റെ അടിയിൽ ഒരുപാട് സ്റ്റാഫ് വരും. ഓക്കെ, ഇതൊരു ബോസാണ്, ഇവിടെ എല്ലാം ഒരുപാട് സ്റ്റാഫ്. എന്തുകൊണ്ടാണ് ഫ്ലാറ്റ് സ്ട്രക്ചർ? അവർ പറയുന്നത് എളുപ്പത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. ഇയാൾക്ക് ഒരു എംപ്ലോയിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ചാനൽസ് ഒന്നുമില്ല, ഡയറക്റ്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ അവിടെ പോസിബിളാണ്. അതുകൊണ്ടാണ് ഫ്ലാറ്റ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുമ്പോൾ വികേന്ദ്രീകരണം അധികാരത്തിൻ്റെ, നമ്മളിത് നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നതാണ്. ഇൻഫോർമൽ ഓർഗനൈസേഷൻ നമ്മൾ ജസ്റ്റ് മുന്നേ പറഞ്ഞിരുന്നു. ഓർഗനൈസേഷനിൽ എംപ്ലോയീസിൻ്റെ ഇമോഷൻസ്, അവർക്ക് സോഷ്യലൈസ് ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോഴാണ് അവിടെ ഇൻഫോർമൽ ഓർഗനൈസേഷൻ വരുന്നത്. ഓക്കെ, ഫോർമൽ ഓർഗനൈസേഷൻ എന്താണ്? അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വെച്ച് മാത്രം വർക്ക് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനും ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ അവിടെ മറ്റ് ഇൻഫോർമലായിട്ടുള്ള റൂൾസിനപ്പുറത്തേക്കുള്ള ഇമോഷണലായിട്ടുള്ള കാര്യങ്ങളാണ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ. ഓക്കെ, നിയോ ക്ലാസിക്കൽ തിയറിയുടെ സ്റ്റാർട്ടിംഗ് ആയിട്ട് കൺസിഡർ ചെയ്യപ്പെടുന്ന ഒരു എക്സ്പെരിമെൻ്റ് ഉണ്ട്, അതാണ് ഹോത്തോൺ എക്സ്പെരിമെൻറ്റ്. ഓക്കെ, വെസ്റ്റേൺ ഇലക്ട്രിക്കൽ കമ്പനിയിൽ 1920s തുടങ്ങിയതാണ് ആ എക്സ്പെരിമെൻറ്റ്. എൽട്ടൺ മായോ എന്ന് പറയുന്ന വ്യക്തിയുടെ ഹോത്തോൺ എക്സ്പെരിമെൻ്റ് വെച്ചിട്ടാണ് നിയോ ക്ലാസിക്കൽ അപ്രോച്ച് തുടക്കം കുറിക്കുന്നത്. അദ്ദേഹത്തിനെ ഫാദർ ഓഫ് ഹ്യൂമൻ റിലേഷൻസ് മാനേജ്മെൻറ്റ് എന്നും പറയും, എൽട്ടൺ മായോ. ഓക്കെ, സോ എൽട്ടൺ മായോ ആരാണ്? നിയോ ക്ലാസിക്കൽ അപ്രോച്ചിൻ്റെ ഒരു വക്താവാണ്. അതേപോലെ തന്നെ ഹോത്തോൺ എക്സ്പെരിമെൻറ്റ് അദ്ദേഹമാണ് 1920s വെസ്റ്റേൺ ഇലക്ട്രിക്കൽ കമ്പനിയിൽ സ്റ്റാർട്ട് ചെയ്ത് വെച്ചത്. ഓക്കെ, ഈ പോയിൻ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഹൈലി പ്രോബബിൾ ഏരിയ ആണ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ. സോ ഇതൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. നിയോ ക്ലാസിക്കൽ അപ്രോച്ചിൽ നിങ്ങൾക്ക് 2 മെയിൻ തിയറികളാണ് വരുന്നത്. ഒന്ന് നമ്മളിപ്പോൾ പറഞ്ഞ ഹ്യൂമൻ റിലേഷൻസ് തിയറി, ആരുടെ? എൽട്ടൺ മായോയുടെ. അതുപോലെ തന്നെ ബിഹേവിയറൽ സയൻസ് അപ്രോച്ച്, അത് മാസ്ലോ, മെഗ്രഗർ, അങ്ങനെയുള്ള പല ആൾക്കാരാണ് അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നമുക്ക് അതെല്ലാം നമുക്ക് ഇതിൽ എന്താ പറയുക, മാസ്ലോസ് നീഡ് ഹൈറാക്കി, അങ്ങനെയൊക്കെ കുറേ കോൺസെപ്റ്റ്സ് ഉണ്ട്. അതൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചെറിയ ചെറിയ തിയറീസ് ആണ്. നമുക്ക് അതിൻ്റെയൊക്കെ ഒരു ഓവർവ്യൂ നോക്കി തന്നെ പോകേണ്ടി വരും. സോ അത് വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ കവർ ചെയ്യും. നിങ്ങൾക്ക് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് എന്നൊരു ഏരിയയും സിലബസിലുണ്ട്. ഓക്കെ, ഹ്യൂമൻ റിലേഷൻസ് തിയറി എൽട്ടൺ മായോ, ബിഹേവിയറൽ സയൻസ് അപ്രോച്ച് മാസ്ലോ, മെഗ്രഗർ, അങ്ങനെ പലരും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. സോ ഇതും കാണാതെ പഠിക്കേണ്ടതാണ്. ഈ 2 തിയറീസും അതുപോലെ തന്നെ ഇവരുടെയൊക്കെ പേരുകളും നിങ്ങൾ കാണാതെ പഠിക്കേണ്ടതാണ്. ഓൾറൈറ്റ്, മൂവിങ് ഓൺ. നിയോ ക്ലാസിക്കലിന് ശേഷം, അതായത് 1950 ശേഷം എന്താ വരുന്നത്? മോഡേൺ അപ്രോച്ചാണ് വരുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ബേസിക്കലി 1800 പഠിച്ചു വെക്കണം. അതിനുശേഷം എന്താണ്? 1920-30 ഒരു കാലഘട്ടം, പിന്നീട് 1950 പഠിച്ചു വെക്കുക. ഇതിന് മുന്നോട്ടേക്കുള്ളത് എന്താണ്? പ്രീ ക്ലാസിക്കൽ മാനേജ്മെൻറ്റ് തോട്ട്. ഈ ഒരു പീരീഡിലാണ് ക്ലാസിക്കൽ വരുന്നത്, ഈ ഒരു പീരീഡിൽ നിയോ ക്ലാസിക്കൽ വരും, പിന്നീടുള്ള പീരീഡിൽ എന്താ നിങ്ങൾക്ക് വരുന്നത്? മോഡേൺ അപ്രോച്ചാണ്. ഓക്കെ, മോഡേൺ അപ്രോച്ച് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ് എന്ത്? മോഡേൺ അപ്രോച്ച് ടു മാനേജ്മെൻറ്റ്. ഓക്കെ, എന്ത് വ്യത്യാസമാണ് ഇവിടെ വരുന്നത്? ഇവിടെ മെയിനായിട്ട് വരുന്ന വ്യത്യാസം ടെക്നോളജി ഇവിടെ ആഡ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ മാത്തമാറ്റിക്കൽ ടെക്നിക്സ് കുറച്ചും കൂടി സയൻറ്റിഫിക്കായി, കുറച്ചുകൂടി ടെക്നോളജി ബേസ്ഡായി മോഡേൺ കാലഘട്ടത്തിലോട്ട് വരുമ്പോൾ അവിടെ ഫിനാൻഷ്യൽ റിവാർഡ്സും ഒരു ഓർഗനൈസേഷൻ കൊടുക്കുന്ന റിവാർഡ്സിനും ഒക്കെ അപ്പുറമായിട്ട് അഫെക്ഷൻ, സ്നേഹം, റെസ്പെക്റ്റ്, ബഹുമാനം പോലെയുള്ള കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തു. ഓക്കെ, എംപ്ലോയി സെൻറ്റേർഡാണ്. നമ്മുടെ ക്ലാസിക്കലിൽ നമ്മൾ എന്താ പറഞ്ഞത്? എംപ്ലോയീസ് മെഷീൻ്റെ പാർട്ട് പോലെയുള്ളൂ, അവർക്കൊരു ഇമ്പോർട്ടൻസും ഇല്ല എന്ന് പറഞ്ഞിടത്തുനിന്ന് നമ്മൾ എംപ്ലോയി സെൻറ്റേർഡായിട്ട്, ഓക്കെ, നമ്മുടെ എംപ്ലോയികളെ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ഡെമോക്രാറ്റിക് ആയിട്ടുള്ള പാർട്ടിസിപ്പേറ്റീവ് ആയിട്ടുള്ള, എന്ന് വെച്ചാൽ അവരെ ഇതിൽ ഭാഗമാക്കിക്കൊണ്ടുള്ള ഒരു സൂപ്പർവൈസറി കൈൻഡ്. ഓക്കെ, നമ്മളൊരു മേൽനോട്ടം വഹിക്കുന്ന പോലത്തെ ഒരു മാനേജ്മെൻറ്റാണ്, ബാക്കി നമ്മുടെ എംപ്ലോയീസ് ചെയ്യും എന്നുള്ള കൈൻഡ് ഓഫ് ഒരു വിശ്വാസമാണ് മോഡേൺ അപ്രോച്ചിൽ വരുന്നത്. അവിടെ എന്താണ്? എംപ്ലോയീസിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. ഓക്കെ, ഇവിടെ നമ്മൾ ആദ്യം ക്ലാസിക്കലിൽ കണ്ട എന്താണ്? ഓർഗനൈസേഷൻ കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് സിസ്റ്റമാണ്, പുറത്തുള്ള ഒന്നുമായിട്ടും ഒരു ബന്ധവും ഇല്ലെന്നാണ് പറയുന്നത്. ഓക്കെ, മോഡേൺ അപ്രോച്ച് എത്തുമ്പോൾ അത് നേരെ തിരിയും, ഓർഗനൈസേഷൻ ഒരു ഓപ്പൺ സിസ്റ്റം ആണെന്നാണ് അവർ പറയുന്നത്. കൺസിസ്റ്റൻ്റ് ആയിട്ട് ചുറ്റുമുള്ള കാര്യങ്ങളുമായിട്ട് അവർ ഇൻട്രാക്ട് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, ഒരു മാർക്കറ്റുമായിട്ടായിക്കോട്ടെ, ഗവൺമെൻറ്റുമായിട്ടായിക്കോട്ടെ, ഇതുമായിട്ടെല്ലാം ഇങ്ങനെ ഇൻട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കും, പുറത്തുള്ള കാര്യങ്ങൾ വരെ ബാധിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ ഓർഗനൈസേഷൻ എപ്പോഴും അഡാപ്റ്റീവ് ആയിരിക്കണം, അതായത് ചുറ്റും വരുന്ന മാറ്റങ്ങളുമായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം. ഓക്കെ,
ഡൈനാമിക് സിസ്റ്റം ആയിരിക്കും. എന്താണ് ഡൈനാമിക് സിസ്റ്റം? ഇൻ്റർ റിലേറ്റഡും ഇൻഡിപെൻഡൻറ്റുമായിട്ടുള്ള പാർട്സ് കൊണ്ടുള്ള എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന അങ്ങോട്ടും അതിലെ ഒരു ഓർഗനൈസേഷൻ ഒരുപാട് കാര്യങ്ങളുമായിട്ട് ഇൻ്റർ റിലേറ്റഡ് ആണ്, അതുമായിട്ട് തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഒരേ സമയം ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും അവിടെ നടക്കുന്നുണ്ടാകും. എല്ലാമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് പോലെ തന്നെ ചില കാര്യങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നടക്കുന്ന കാര്യങ്ങൾ കാണും. അതൊരു ഡൈനാമിക് സിസ്റ്റമാണ്. എല്ലാമുള്ള ഒരു വളരെ ഡൈനാമിക് ആയിട്ടുള്ള സിസ്റ്റമായിട്ടാണ് മോഡേൺ അപ്രോച്ചിൽ കാണുന്നത്. ഓപ്പൺ സിസ്റ്റമാണ്, ഡൈനാമിക് സിസ്റ്റമാണ്, അതുപോലെ എംപ്ലോയി സെൻറ്റേർഡ് ആണ്. എംപ്ലോയീസിൽ എന്താണ്, അവർക്ക് ഡെമോക്രാറ്റിക് ആയിട്ടുള്ള റൈറ്റുകൾ കിട്ടുന്നുണ്ട്, അവരെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് മാനേജ്മെൻറ്റിൽ. മാനേജ്മെൻറ്റ് എങ്ങനെയാണ് നമ്മൾ നടത്തുന്നത്? മാത്തമാറ്റിക്കൽ ടെക്നിക്സ്, ടെക്നോളജി പോലെയുള്ള ആധുനികമായിട്ടുള്ള കാര്യങ്ങളും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ മോഡേൺ അപ്രോച്ചിൽ മാനേജ്മെൻറ്റിനെ കൺസിഡർ ചെയ്യുന്നത്. സോ 1950കൾക്ക് ശേഷമാണ് മോഡേൺ അപ്രോച്ച് വരുന്നത്. ഓക്കെ, ഇതിൽ നിങ്ങൾക്ക് 3 തിയറികളാണുള്ളത്. ക്വാണ്ടിറ്റേറ്റീവ് തിയറി RM ഹോഡ്ജറ്റ്സിൻ്റെ, സിസ്റ്റംസ് തിയറി കാറ്റ്സ് ആൻഡ് ക്യാൻ, കണ്ടിൻജൻസി അല്ലെങ്കിൽ സിറ്റുവേഷണൽ തിയറി ഫ്രെഡ് ഫീൽഡർ. ഈ പേരുകൾ പഠിച്ചു വെക്കുക, ഈ തിയറീസ് പഠിച്ചു വെക്കുക. ഓക്കെ, നമ്മൾ മെയിനായിട്ടും 3 മാനേജ്മെൻറ്റ് തോട്ട്സ് ആണ് കണ്ടത്. ക്ലാസിക്കൽ എന്ന് പറയുന്നത് വളരെ റിഗ്രസീവ് ആയിട്ടുള്ള, വളരെ പിന്തിരിപ്പനായിട്ടുള്ള ആശയങ്ങളായിരുന്നു. അതിലേക്ക് കുറച്ചൊക്കെ ഹ്യൂമൻ ഇമോഷൻസിനെ ആഡ് ചെയ്ത് നിയോ ക്ലാസിക്കൽ വരുന്നു. മോഡേൺ അപ്രോച്ച് ആകുമ്പോൾ എന്താ, ഹ്യൂമൻസിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു, കൂടെ നമ്മൾ ടെക്നോളജി, സയൻസ് പോലെയുള്ള കാര്യങ്ങൾക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. ക്ലാസിക്കലിൽ നിങ്ങൾക്ക് 3 തിയറികൾ കാണാതെ പഠിക്കാനുണ്ട്, അത് ആരുടെയാണെന്ന് പഠിക്കണം. നിയോ ക്ലാസിക്കലിൽ 2 തിയറികളാണ്. മോഡേൺ അപ്രോച്ച് വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് 3 തിയറികളാണ് പഠിക്കാനുള്ളത്. ഓക്കെ, സോ ഇതാണ് മാനേജ്മെൻറ്റ് തോട്ടിൻ്റെ ഒരു ഇവാലുവേഷൻ. ഇതിന് ശേഷം നമ്മൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട തിയറീസ് എല്ലാം സെപ്പറേറ്റ് ക്ലാസ്സസിൽ, ഇനി അപ്കമിങ് ക്ലാസ്സസിൽ കവർ ചെയ്യും. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്.